ഈ റെയിൻ ഫോറസ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്കുകളിൽ അല്ലെങ്കിൽ ചലഞ്ചുകളിൽ ഒന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആക്ച്വലി എന്താണ് ഈ 5 ദിവസവും നമ്മൾ ചെയ്യുന്നത്? ഒന്നാമത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം, അങ്ങനെ നമുക്ക് തരുന്ന ടാസ്കുകൾ എന്തൊക്കെയാ? ഓക്കെ. ഈ റെയിൻ ഫോറസ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്നത് ഇതിന്റെ പേരന്റ്, അതായത് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് തന്നെ വരുന്നത് മലേഷ്യയിലാണ്. അവിടെയാണ് ഇത് നടക്കുന്നത്. അവരുടെ ഗ്ലോബൽ സീരീസ് അക്രോസ് ദ വേൾഡ് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഗോവയിലാണ് നടക്കുന്നത്. ഓക്കെ. ആൻഡ് ലൈക്ക് എന്താ പറയുക, റെയിൻ ഫോറസ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്ന ആ ഒരു ടേമിൽ തന്നെയുണ്ട് റെയിൻ ഫോറസ്റ്റ്, അതായത് നല്ല മൺസൂൺ, പീക്ക് മൺസൂണിലാണ് നടക്കുന്നത്. അപ്പൊ ഗോവ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ബീച്ചും അങ്ങനത്തെ ഒന്നും അല്ല, ഇത് വേറെ സൈഡ് ഓഫ് ഗോവയാണ്. മൊത്തം കാടും ഭയങ്കര ഒരു എന്താ പറയാ ഡെൻസ് ഫോറസ്റ്റിന്റെ ഉള്ളിൽ നടക്കുന്നതും എന്താ പറയുക അങ്ങനത്തെ ടെറൈനാ. മൊത്തം വെള്ളവും ചെളിയും ഒക്കെ ആയിട്ടുള്ള ടെറൈനാണ് വരിക. അപ്പൊ ഇവരെന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ പല ഏരിയയിലായിട്ടാണ് നമ്മുടെ ട്രാക്സ് വെച്ചിരിക്കുന്നത്. അപ്പൊ ചില ഏരിയ ഫോറസ്റ്റ് ഏരിയ ആണ്, അതായത് ഇപ്പോ ചെളിയും മറ്റേ എന്താ പറയാ കുറച്ചും കൂടെ കുഴഞ്ഞ വെള്ളവും അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടൊരു ഇതായിരിക്കും വരിക. പിന്നെ ബാക്കി കുറച്ച് ദിവസങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കല്ല് റോക്സ് കുറച്ച് അങ്ങനത്തെ ചെങ്കല്ലൊക്കെ ഉള്ള സൈഡും അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇറ്റ്സ് എ മിക്സ് ഓഫ് ഓൾ ദീസ് ടെറൈൻസ്. ഈ പറയുന്ന 5 ദിവസവും നമ്മൾ ഓടിക്കേണ്ടത് പല പല ടെറൈനിലാണ്. ഒരു ദിവസം അപ്പൊ അവർ ആദ്യമേ നമുക്ക് ലൊക്കേഷൻസ് തരും. ഇന്ന സ്ഥലത്താണ് വരേണ്ടത്, ഇത്ര കിലോമീറ്റർ അങ്ങനെ ഉണ്ടോ? ഇല്ല, കിലോമീറ്റർ വൈസ് അല്ല ഇത്. ചിലപ്പോൾ ഒരു ഹാർഡ്ലി 1 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ ഒരു ട്രാക്ക്. പക്ഷെ ആ ഒബ്സ്റ്റക്കിൾസ് ആണ് നമുക്കത് ഡിഫിക്കൽട്ട് ആക്കുന്നത്. ഓക്കെ.